ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പോൾ പി എസ് സിക്ക് ഇറങ്ങിയിട്ടുള്ള പിള്ളേർക്കും അതുപോലെ ഒരുപാട് വർഷങ്ങളായി, അതായത് ഒന്നോ രണ്ടോ വർഷമായി പി എസ് സി എഴുതുന്നു, പക്ഷെ മാർക്ക് ഇമ്പ്രൂവ് ആവണില്ല. അങ്ങനത്തെ പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ വീഡിയോ ആണ്. ഓക്കെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എക്സാംസ് എഴുതുന്നുണ്ട്, പക്ഷെ 50ന്റെ മേലെ മാർക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ 55, 50, 55 ആ ഒരു ലെവലിലാണ് നിങ്ങളുടെ മാർക്ക് നിൽക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അല്ല, വേറൊരു കാര്യം, പിന്നെ ഇപ്പൊ പി എസ് സിക്ക് ഇറങ്ങിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എങ്ങനെയാണ് മാർക്ക് കൂട്ടേണ്ടത് എന്നുള്ള കാര്യം കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാം എഴുതും, പക്ഷെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ വേണം വെച്ച് തെറ്റിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എല്ലാവരുടെ കാര്യമല്ല, തെറ്റിക്കുന്നവരുണ്ട് കേട്ടോ. വേണം വെച്ച് നമുക്ക് നെഗറ്റീവ് മാർക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ അറിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെ, ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, ഉദാഹരണത്തിന് ഇപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം എടുക്കാം. ആ വർഷം 1931 ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലും അതേ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു വർഷം കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് ഇനിയിപ്പോ 1931 36 അങ്ങനെ ഒരു ഡൗട്ട് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നെഗറ്റീവ് കൊണ്ടുപോയിട്ട് ഓപ്ഷനിൽ കൊടുക്കും. പക്ഷേ ഓപ്ഷനിൽ ഡിലീഷൻ മെത്തേഡ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. എങ്ങനെ നമുക്ക് ഡിലീഷൻ മെത്തേഡ് മനസ്സിലാക്കാം. ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതൊന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് ആദ്യം മനസ്സിലാക്കണം. പക്ഷെ അതിന്റെ വഴിയുണ്ട്, ഞാൻ വഴിയെ പറഞ്ഞുതരാം. എക്സാമ്പിൾ യാത്രയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഒരു ഉദ്യോഗാർത്ഥി നല്ലോണം പഠിക്കുന്നുണ്ട്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, രാത്രി ഒക്കെ ഉറക്കമൊഴിച്ച് ഒക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. പക്ഷെ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. എക്സാം എഴുതി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫുൾ നെഗറ്റീവ് ആയിരിക്കും, പകുതിയോളം നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് അവസ്ഥ. ഓൾമോസ്റ്റ് എല്ലാ ഉദ്യോഗാർത്ഥികളുടെ അവസ്ഥ ഇതായിരിക്കും. എനിക്ക് ഒരു പേഴ്സണലായിട്ട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, എത്ര പഠിച്ചിട്ട് മാർക്ക് കൂടുന്നില്ല, ആ ഒരു ലെവൽ തന്നെ നിൽക്കണം, 40, 50 ആ ഒരു ലെവൽ തന്നെ നിൽക്കണം, കൂടുന്നില്ല, എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പൊ പി എസ് സിക്ക് ഇറങ്ങിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളോട് ഞാൻ പറയുകയാണെങ്കിൽ, സിലബസ് നിങ്ങൾ ഏതൊരു എക്സാമിനാണോ ഒരു എയിം ഉണ്ടായിരിക്കും ഒരു എക്സാമിന് വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഏതാണോ എക്സാം വരുന്നത് അതിന് വേണ്ടി പഠിക്കുക. ഓരോരുത്തർക്കും ഓരോ, ഇപ്പോൾ ഫോഴ്സ് ജോലി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും, അല്ല എൽ ഡി സി വേണം എന്നുള്ളവരുണ്ടാവും, വി എഫ് എ വേണം എന്നുള്ളവരുണ്ടാവും, അങ്ങനെ ഒരുപാട് ഇപ്പൊ ഡിഗ്രി എക്സാംസ് ക്രാക്ക് ചെയ്യണം എന്നുള്ളവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുന്നിൽ ഏതാണോ എക്സാം വരണത് അങ്ങനത്തെ ചെയ്യാം. അല്ല ഫോഴ്സ് എക്സാമിനാണ്, അങ്ങനെ ഒരു എയിം ഉണ്ടാവുമല്ലോ, ആദ്യം ആ ഒരു എയിമിലോട്ട് നിങ്ങൾ എത്തിപ്പെടുക. എന്നിട്ട് ആ ഒരു എക്സാമിന്റെ സിലബസ് പ്രിന്റ് ഔട്ട് എടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഉറക്കമൊഴിച്ചൊക്കെ ഇരുന്ന് പഠിക്കണം എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അതിന് എതിരാണ്. കാരണം ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ചാൽ മാത്രം കിട്ടും പി എസ് സി എന്ന് പറയുന്നവരോട് ഞാൻ യോജിക്കുന്നില്ല. ഉറക്കം ഒഴിക്കാതെ ഇരുന്ന് പഠിച്ചാലും പി എസ് സി കിട്ടും. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ മുന്നേ കോച്ചിങ് സെന്ററിൽ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എക്സാം നടത്തുമായിരുന്നു, ഡെയിലി എക്സാം ഉണ്ട്. ഡെയിലി എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ വാർത്തയുടെ കറണ്ട് അഫേഴ്സ് ഒരു പേജ്, ഒന്നോ രണ്ടോ പേജ് ഉണ്ടാവും. അതുപോലെ റാങ്ക് ഫയലത്തെ 5 പേജ്, അതുപോലെ ക്ലാസ് നോട്ട്, പ്രീവിയസ് 3 ക്ലാസ് തീം, അന്നത്തെ ക്ലാസ് തീം, ഇങ്ങനെയായിരിക്കും ഉണ്ടാവും. മലയാളം ഇംഗ്ലീഷ് വേറെ സെപ്പറേറ്റ് ഉണ്ടാവും. ഇത് 100 മാർക്കിന് ഇവര് ക്വസ്റ്റ്യൻ പേപ്പർ ഇടും. ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന സമയത്ത് ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ എക്സാം ഉണ്ടാവുക. ആ സമയത്ത് എല്ലാ ദിവസവും ഈ 98, 99, 100 മാർക്ക് മേടിക്കുന്ന ചേച്ചിമാരുണ്ട്. ഓക്കെ, അപ്പോൾ അവിടുത്തെ മെയിൻ സാറ് വന്നിട്ട് പറയും, ഇവരെ കണ്ടുപഠിക്കുക എന്ന് പറയും. നമ്മൾ വിചാരിക്കും ഇവർ ഉറക്കമൊക്കെ ഒഴിച്ച് രാത്രി നേരത്തെ, അതായത് രാവിലെ നേരത്തേക്ക് എണീച്ചിരുന്ന് പഠിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അവരോട് ചോദിക്കാൻ പറയും നമ്മളെ കൊണ്ട്. നമ്മൾ ചിലപ്പോൾ ചോദിക്കില്ല കേട്ടോ, മടി കാരണം നമ്മൾ ചോദിക്കില്ല. പക്ഷെ ഞാൻ ഒരു ദിവസം പോയി അവരുടെ അടുത്ത് ചോദിച്ചു അവരെങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത്. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ ചോദിച്ചു, ചേച്ചി രാത്രിയൊക്കെ വൈകി ഇരിക്കാറുണ്ടോ, 12 മണി വരെ ഇരിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ പറയും, അയ്യേ ഇല്ല, ഞങ്ങള് നോർമൽ സാധാരണ എങ്ങനെയാണോ കിടന്നുറങ്ങുന്നത് അങ്ങനെ കിടന്നുറങ്ങും, രാവിലെ 6:30, 7 മണിക്ക് ഞങ്ങൾ എണീക്കും. അവര് അങ്ങനെയാണ് പഠിക്കുന്നത്. കാരണം അവർക്ക് ഉറക്കം ഒഴിച്ചുള്ള പരിപാടിയേ ഇല്ല എന്നാണ് അവരെന്റെ അടുത്ത് പറഞ്ഞത്. ശരിയാണ്, ഉറക്കം ഒഴിച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. അവരുടെ ഒരു രീതി അങ്ങനെയാണ്, ഉറക്കം ഒഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ക്ലാസ് വരുന്ന സമയത്ത് ക്ലാസ്സിലുള്ള നന്നായി ഫോക്കസ് ചെയ്ത് പഠിക്കും. അതിനുശേഷം എക്സാം നന്നായി അറ്റൻഡ് ചെയ്യും. നെഗറ്റീവ് വരാണ്ട്, നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അവിടെ ഇമ്പോസിഷൻ ആണ്, അത് വേറെ കാര്യം. അത് കിട്ടാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ കുറെ ട്രൈ ചെയ്യും. അപ്പോൾ അവർക്കായിരിക്കും എപ്പോഴും മാർക്ക് കൂടുതൽ. അപ്പൊ അവരുടെ സ്ട്രാറ്റജി ഇതാണ്, ഉറക്കം ഒഴിക്കില്ല അവര് മാക്സിമം 10 മണി വരെ അവർ ഇരിക്കുള്ളൂ, അതിനപ്പുറത്തേക്ക് അവർ ഇരിക്കില്ല. നന്നായി ഉറക്കം വേണം രണ്ടുപേർക്കും, നന്നായി ഉറക്കം വേണം. രണ്ട് ചേച്ചിമാരാണ് കേട്ടോ, രണ്ടുപേർക്കും നല്ല ഉറക്കം വേണം. അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ അങ്ങനെ എണീക്കൂല. ഓക്കെ,
അപ്പം അവരുടെ രീതി ഇതാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അത് ഫോളോ ചെയ്തുകൂടാ? ഓക്കെ. അപ്പൊ എല്ലാവരുടെ കാര്യമില്ല കേട്ടോ ഞാൻ പറയുന്നത്. രാത്രി ഇരുന്ന് പഠിച്ചാൽ തലയിൽ കയറുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ നേരത്തെ എണീച്ച് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അങ്ങനെ പഠിച്ച തലയിൽ നിൽക്കും എന്നുള്ളവരും ഉണ്ട്. ഇടയ്ക്ക് എനിക്കും അങ്ങനെയൊക്കെ നേരത്തെയൊക്കെ എണീച്ച് കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. പക്ഷെ ഉറക്കം ഇമ്പോർട്ടന്റ് ആണ്. അത് വേറൊരു വിഷയം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഉറക്കം ഒഴിച്ചിരുന്ന് കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. നമുക്ക് പി എസ് സി എന്താ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. എന്താണ് പി എസ് സി, എങ്ങനെയാണ് പി എസ് സി എഴുതേണ്ടത്, എങ്ങനെയാണ് പി എസ് സി പഠിക്കേണ്ടത്, ഈ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ നമുക്ക് അറിവ് വേണം. ഇതിനെക്കുറിച്ച് ഒരു ഇതിന്റെ ഒരു ക്രാക്ക് നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു ഫ്രണ്ട് അല്ല, ഒരു ഏട്ടൻ, ആ ഏട്ടൻ കണ്ടപ്പോ പറഞ്ഞു പി എസ് സിയിൽ അതിന്റെ ക്രാക്ക് മനസ്സിലാക്കിയാൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോ എൻ്റെ അടുത്തല്ല, വീട്ടിലത്തെ ഒരാളത്താ പറഞ്ഞത്. അപ്പൊ അവരെന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ ആദ്യം പി എസ് സി എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് പഠിക്കുക എന്ന് പറഞ്ഞു. ശരിയാണ്, നമ്മൾ കുറെ എക്സാംസ് എഴുതിയിട്ടുണ്ടാവും, പക്ഷെ വാരി വലിച്ച് എവിടുന്നൊക്കെയോ എന്തൊക്കെയോ പഠിക്കുന്നു, അത് പോയിട്ട് എക്സാമിന് എഴുതുന്നു, മാർക്ക് കുറയുന്നു, നെഗറ്റീവ് അടിക്കുന്നു, പിന്നെയും പൂജ്യത്തിലോട്ട് വരുന്നു. ഇതേ അവസ്ഥയാണ്, മാർക്കൊന്നും കൂടുന്നേ ഇല്ല, ഇതേ അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പഠിക്കുന്നുണ്ട്, എന്തൊക്കെയോ ആണ് പഠിക്കുന്നത്. എന്താ പഠിക്കുന്നത് ക്ലിയർ ആയിട്ട് ഇപ്പോഴും വ്യക്തമാകുന്നില്ല. ഒരു സ്റ്റഡി പ്ലാൻ ഇല്ല. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുമല്ലോ. ഇപ്പൊ എക്സാം ഹോൾ OMR ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അറിയുന്ന ക്വസ്റ്റ്യങ്ങൾ തെറ്റിച്ചിട്ട് വരാറുണ്ടല്ലോ. ആ അറിയുന്ന ക്വസ്റ്റ്യങ്ങൾ എന്തുകൊണ്ടാണ് തെറ്റിക്കുന്നത് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? അറിയുന്ന ക്വസ്റ്റ്യങ്ങൾ തന്നെ തെറ്റിക്കുന്ന സമയത്ത് ആ ചോദ്യത്തിനുള്ള ആ ഒരു സോഴ്സ്, ആ ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് വന്നത്, ആ ഒരു ഏരിയ നമ്മൾ നന്നായി റിവിഷൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നന്നായി പഠിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് അറിയാം, എന്തൊക്കെയോ അറിയാം, പക്ഷെ ഉത്തരത്തിലോട്ട് നമുക്ക് എത്താൻ പറ്റുന്നില്ല. ആ ഒരു കാര്യം അത് നന്നായി നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവിഷൻ ചെയ്തിട്ടില്ല. പിന്നെ ഡിലീഷൻ മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അതും ഇതേ പോയിന്റ് ആണ്. നമുക്ക് അതിനെ കുറിച്ച് അറിയാം. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഗുരുവായൂർ സത്യാഗ്രഹമായിരുന്നു, അതിനെ കുറിച്ച് അറിയാം. പക്ഷെ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്, അത് നമ്മൾ നന്നായി റിവിഷൻ ചെയ്യണില്ല. പഠിച്ചിട്ട് വൃത്തിക്ക് പഠിക്കുന്നില്ല എന്നതാണ് സത്യം. വൃത്തിക്ക് പഠിക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പോൾ എക്സാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, ഒരുപാട് നെഗറ്റീവ് ഉണ്ടാവും. ആ നെഗറ്റീവ് ഒക്കെ എവിടുന്നാ വന്നത്, എങ്ങനെയാണ് അതിന്റെ സോഴ്സ്, എക്സാം ഹാളിൽ ചെന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് പേപ്പർ ഒന്ന് മറിച്ച് നോക്കുമല്ലോ, ഇടയിൽ കൂടെ ഒക്കെ നോക്കുമല്ലോ. അങ്ങനെ നോക്കുന്ന ആൾക്കാർക്ക് ഓരോരുത്തരും ഓരോ രീതിക്കായിരിക്കും. ചിലവര് ഇതേത് ക്വസ്റ്റ്യൻ, മാത്സിലെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ, ഇതിലിപ്പോ സ്പീഡ് ആൻഡ് ടൈമിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, നമുക്കത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണോ, അങ്ങനെ നോക്കുന്നവരുണ്ട്. അല്ല, ക്വസ്റ്റ്യൻസിന്റെ അതായത് വന്നിരിക്കുന്നത് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നോക്കുന്നവരുണ്ട്. അല്ല, മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എളുപ്പമുണ്ടോ, അങ്ങനെ നോക്കുന്നവരുണ്ട്. പക്ഷെ ഒരു ടൈം മാനേജ്മെന്റ് ഇല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് ചെയ്യേണ്ടത്. ഒരു എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഈ 100 ക്വസ്റ്റ്യൻസ് ഇത്രയും 1.5 മണിക്കൂറിനുള്ളിൽ ചെയ്യണം, അതെങ്ങനെയാണ്, എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഡെയിലി OMR ചെയ്ത് നോക്കുക. OMRൽ എത്രത്തോളം മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, അത് വേറൊരാളെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പാടില്ല. അവർക്ക് മാർക്ക് കൂടുതലാണ്. ഇപ്പൊ ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോകുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എക്സാം അവിടെ നടക്കണ സമയത്ത് അവനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ അവളേക്കാൾ കൂടുതൽ മാർക്ക് എനിക്ക് എന്തുകൊണ്ട് വരുന്നില്ല, കമ്പയർ ചെയ്യണ്ട. അവരുടെ രീതിക്ക് പഠിക്കണം, നമ്മുടെ രീതിക്ക് പഠിക്കണം. ഇതാണ് സത്യം. നമുക്ക് നമ്മുടേതായ ഒരു പഠന രീതിയുണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്ത് പോകണം. കോച്ചിങ് സെന്ററത്തെ രീതി, അവിടെ നിന്ന് മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് പഠിക്കാം. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് നമ്മുടേതായിട്ടുള്ള ഒരു രീതിയുണ്ട് പഠനത്തിൽ, അത് നമ്മൾ ഫോളോ ചെയ്യണം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് രാവിലെ എണീച്ച് നേരത്തെ പഠിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് പറ്റുണ്ടാവില്ല. ചിലപ്പോൾ രാത്രി ഒരുപാട് നേരം നമുക്ക് ഇരിക്കാൻ പറ്റും, പക്ഷെ അവർക്ക് ഇരിക്കാൻ പറ്റുണ്ടാവില്ല. അതേപോലെ കമ്പൈൻ സ്റ്റഡിയിൽ എല്ലാവരും എന്താ പറയാ, നമ്മുടെ എക്സാം എഴുതേണ്ട ആൾക്കാർ. അപ്പോൾ കമ്പൈൻ സ്റ്റഡിക്കും ഒരു ലിമിറ്റ് ഉണ്ട്, അതിനപ്പുറത്തേക്ക് എല്ലാവർക്കും പോകാനും പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ അറിവായിരിക്കും, അതിനനുസരിച്ച് കമ്പൈൻ സ്റ്റഡി ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ബാഡാണെന്നുണ്ടെങ്കിൽ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ എല്ലാവർക്കും അവരവരുടെ പഠന രീതി, നമ്മളെ തന്നെ അറിയുക, നമുക്ക് എന്താണ് അറിയുന്നത്, നമുക്ക് എന്താണ് അറിയാത്തത്, ആ അറിയാത്ത പോർഷൻസ് അതിന് കൂടുതൽ ടൈം കൊടുത്ത് പഠിക്കുക. ഇപ്പൊ മലയാളത്തിൽ അല്ലെങ്കിൽ
മാത്സിൽ വീക്കായ ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പം മാത്സിന് വേണ്ടിയിട്ട് ഒരു ദിവസം കുറച്ച് ടൈം എക്സ്ട്രാ കൊടുക്കുക. അപ്പോൾ അരമണിക്കൂർ 3/4 മണിക്കൂറാണ് ഒരു ദിവസം പഠിക്കുന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂർ മാത്സിന് കൊടുക്കാൻ നോക്കുക. വീക്ക് പോയിന്റ് ഇപ്പോൾ സയൻസ് ഏരിയസ് കുറച്ച് പേർക്ക്, എനിക്ക് സയൻസ് ഏരിയസ് കുറച്ച് വീക്കാണ്, അപ്പോൾ ഞാൻ അതിന് കൂടുതൽ ടൈം കൊടുക്കും. അപ്പോൾ അതിന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. കണ്ട ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് വരുന്ന എക്സാംസിലൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ CPOയുടെ എക്സാം കഴിഞ്ഞാൽ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ അതിൽ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അങ്ങനെ അതേപടി ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 2 വർഷം 1 വർഷം മുന്നേയൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ തന്നെ ആൻസർ ചെയ്യാൻ പറ്റി. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിന്റെ ഗുണമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ആ ഒരു ഗുണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതുകൊണ്ട് ഉണ്ട്. ഇപ്പോൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ് ആവും. ഇപ്പോൾ OCAS-PDയിലൊക്കെ ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം എനിക്ക് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അതിൽ എക്സാം ലൈവിൽ വരാറുണ്ട്, ഞാനും പോകാറുണ്ട്. അപ്പോൾ എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യണോ അതിനനുസരിച്ച് നമുക്ക് മാർക്ക് കൂടും, കുറയില്ല, ഒരിക്കലും കുറയില്ല. ഡിലീഷൻ മെത്തേഡ് നിങ്ങൾ പഠിച്ചു വെക്കുക. പഠിക്കുന്നത് വൃത്തിക്ക് പഠിക്കുക. പിന്നെ ഇപ്പോൾ ഒരു ടോപ്പിക് എടുത്ത് അത് നമുക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ, പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് നന്നായി റിവിഷൻ ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. റിവിഷൻ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക, ഡെയിലി ഫോളോ ചെയ്യുക. ഇല്ലെങ്കിൽ കയ്യിലോ എവിടെയെങ്കിലും എഴുതുക, ഈ വീട്ടുകാരായിട്ട് സംസാരിക്കുക. അതായത് നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ ഓരോന്ന്, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ പറയാം. ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു, അതിന് ആൻസർ കയ്യിൽ എഴുതി വെക്കുക. പഠിച്ചിട്ട് കയ്യിൽ എഴുതി വെക്കുക കേട്ടോ, പഠിക്കാണ്ട് എഴുതരുത്. പഠിച്ചിട്ട് കയ്യിൽ എഴുതി വെക്കുക. പഠനം തീരുന്ന വരെ കയ്യിൽ കുറെ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് അവസാനം ബുക്കൊക്കെ അടച്ചു വെച്ചിട്ട് ഈ ആൻസർ നോക്കുക. ഇതിന്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് വേണം ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് ആദ്യം നോക്കുക. അതായത് കയ്യിൽ എഴുതി വെച്ച ആൻസറിന്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒന്നുകൂടി നമുക്ക് മൈൻഡിൽ കയറാൻ യൂസ്ഫുൾ ആകും. എൻ്റെ കാര്യമാണ് പറഞ്ഞത്, എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്നില്ല. എടുക്കാൻ പറ്റുന്നവരെ എടുക്കുക കേട്ടോ. യൂസ്ഫുൾ ആവും, എനിക്ക് ഉറപ്പാണ്. ആൻസർ എന്താണോ അതിന് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുക. എന്താണ് അതിന്റെ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ വർഷം എഴുതി വെക്കുക. എന്തിൻ്റെയാണ് ഈ വർഷം, അങ്ങനെയൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി മൈൻഡിൽ അവിടെ നിൽക്കും, മൈൻഡിൽ നിൽക്കും. അപ്പൊ ഇങ്ങനത്തെ മെത്തേഡൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ മാർക്ക് ഇമ്പ്രൂവ് ആവാം. നോട്ട് അതേപടി പഠിക്കണം എന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിൽ നിൽക്കുന്നത് അതേപടി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. വേറൊരാളിൽ കോപ്പി അടിച്ച് പഠിക്കാതിരിക്കുക. അവരെന്താണോ പഠിക്കുന്നത്, അവരെങ്ങനെയാണ് പഠിക്കുന്നത്, അത് അവരുടെ രീതി. പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടൊരു രീതിയുണ്ട്, അത് ഫോളോ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. നല്ലോണം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ OMR എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യുക. OMR തന്നെ അറ്റൻഡ് ചെയ്ത് പഠിക്കുക. അതാണ് ആ ബബിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈം മാനേജ്മെന്റ് കൂടി ഉണ്ട്. അതിനനുസരിച്ചിട്ട് നമുക്ക് OMR എക്സാമിന്, ശരിക്കുള്ള PSC എക്സാമിന് ടൈം മാനേജ്മെന്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. 1.5 മണിക്കൂറിനുള്ളിൽ 100 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുന്ന രീതിക്ക്. നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അങ്ങനെ വിടുക, അതിൽ ടൈം കളയേ ചെയ്യരുത്. കിട്ടണില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ വിടുക. അവസാനത്തേക്ക് ഒന്നുകൂടി വായിച്ച് നോക്കിയാൽ കിട്ടുന്നുണ്ടെങ്കിൽ അവസാനം വെച്ചിട്ട്, അവസാനം അത് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം 50-50 ആണെങ്കിൽ മാത്രം നിങ്ങളത് ബബിൾ ചെയ്യുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മാർക്ക് കൂടാനുള്ള ഒരു വഴി. ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.